എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ അഡ്മിഷൻ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പേജിലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറോ നൽകിക്കൊണ്ട്, അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറോ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് ചെക്ക് യുവർ റാങ്ക് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറോ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ലാസ്റ്റ് റാങ്ക് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജില്ല ഏതാണ്, അതുപോലെ ഏത് പോളിടെക്നിക് കോളേജിൻ്റെ ഏതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അതുപോലെ തന്നെ ഏത് പോളിടെക്നിക് കോഴ്സിൽ ഏതാണ് അറിയേണ്ടത്, അതുപോലെ ഏത് കോട്ടയിലാണ് അറിയേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജനറൽ ആണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്. മറ്റുള്ളവ അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് അതുമായി ബന്ധപ്പെട്ട റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ആ ഒരു റാങ്ക് ഡീറ്റെയിൽസാണ്. അപ്പോൾ ഞാനിപ്പോൾ ജനറലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ VHSC പഠിച്ചിട്ട് VHSC കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ VHSC സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിലേത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെലക്ട് ചെയ്തിട്ട് അതിലെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂലൈ 17-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ വെബ്സൈറ്റിൽ വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ വിശദമായിട്ട് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഫീസ് സ്ട്രക്ചേഴ്സ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ എത്രയാണ് ഫീസ്, അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ എത്രയാണ്, IHRD കീഴിലുള്ള കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എത്രയാണ് ഫീസ്, അതുപോലെ ക്യാപ്പിൻ്റെ കീഴിൽ വരുന്ന കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് ഫീസ്, അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റിലും അതുപോലെ മെറിറ്റ് സീറ്റിലും അത് ഗവൺമെൻറ് സീറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എത്ര രൂപയാണ് ഫീസ് വരിക എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യും എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം എന്നുള്ളത്. കിട്ടിയ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. കിട്ടാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുക. സ്പോട്ട് അഡ്മിഷൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പോയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ജൂലൈ 18-ാം തീയതി ആണ് ഈ ഒരു പോളിടെക്നിക് കോളേജിലെ ക്ലാസ്സുകൾ, ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ് അതുപോലെ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നിവ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും. ആ ഒരു ഘട്ടത്തിൽ ഇതുവരെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതായത് അഡ്മിഷൻ നേടി ഇഷ്ടമില്ലാത്ത കോഴ്സാണ് ലഭിച്ചതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ നിലവിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും, അതുപോലെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു, അതായത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലിങ്ക് വരുന്നതാണ്. നിങ്ങളിപ്പോൾ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്ന് ചെക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെയായിട്ട് അതിൻ്റെ ആ ഒരു ലിങ്ക് ആ ഒരു സമയത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതിയ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനും, അതുപോലെ തന്നെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ആ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും, അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുമുള്ള ലിങ്കുകൾ ലഭ്യമാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിലാണ്, അതായത് ആദ്യത്തേത് നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. നോഡൽ പോളിടെക്നിക് കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പോസ്റ്റ് ഓഫീസ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ ഹെഡായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ടാകും. അപ്പോൾ അതേ രീതിയിലാണ് പോളിടെക്നിക്കിൻ്റെ ഇത്, അതായത്
നിങ്ങളുടെ നാട്ടിലുള്ള പോളിടെക്നിക് കോളേജുകളുണ്ടാവും. അതിൻ്റെ ഒക്കെ ഹെഡായിട്ട് വരുന്ന ഒരു പോളിടെക്നിക് കോളേജാണ് നോഡൽ പോളിടെക്നിക് കോളേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജ് ഓരോ ജില്ലയിലും ഓരോ എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ 14 ജില്ലകളിൽ 14 എണ്ണമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 14 ജില്ലകളിലെ ഏതൊക്കെ നോഡൽ പോളിടെക്നിക് കോളേജുകളിലാണ്, അതായത് ഏതൊക്കെ ജില്ലകളിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്നും, അതായത് ഈ ഒരു വെബ്സൈറ്റിൽ ആ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നോഡൽ പോളിടെക്നിക് കോളേജ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു മറ്റ് ഡീറ്റെയിൽസുകളും കൂടി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലകളിലേക്ക് വേണമെങ്കിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെയായിട്ട് അടുത്തത് പിന്നീട് ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ലിങ്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ആ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എപ്പോഴാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷ നൽകിയിട്ടുള്ളത്, അതായത് പുതുതായിട്ട് അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും നിങ്ങളുടെയും ഒക്കെ റാങ്ക് ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് ഏത് ജില്ലയിലെ ആ ഒരു പോളിടെക്നിക് കോളേജുകളിലേക്കാണ് പ്രവേശനം നേടേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ഒന്നിലധികം ജില്ലകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഷെഡ്യൂൾ അതത് പോളിടെക്നിക് കോളേജുകൾ പ്രസിദ്ധീകരിക്കും, അതായത് നോഡൽ പോളിടെക്നിക് കോളേജുകൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഒരേ ദിവസമാണ് പല സമയത്തും ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു ജില്ലയിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പങ്കെടുക്കുകയും അതിനുശേഷം മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള, അതായത് നിങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ സഹോദരനെയോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും, അതായത് ആപ്ലിക്കേഷൻ നൽകിയതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും നിങ്ങളുടെ സമ്മതപത്രം, അതായത് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ ബ്രദറിനെയോ ഏൽപ്പിച്ചിട്ടുണ്ട്, അതായത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ സമ്മതപത്രം നിങ്ങൾ നൽകണം. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളെയോ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് മറ്റൊരു ജില്ലയിലേക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ പോയിട്ടുള്ള പോളിടെക്നിക് കോളേജിലാണ് ആദ്യം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് താല്പര്യപ്പെട്ടതാണ് എങ്കിൽ, അത് താല്പര്യമുള്ള കോഴ്സാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതാണ്. അതേസമയം നിങ്ങളുടെ രക്ഷിതാവ് പോയ സ്ഥലത്താണ് നിങ്ങൾക്ക് രണ്ടാമതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. രണ്ടാമതായിട്ടാണ് നിങ്ങളുടെ രക്ഷിതാവ് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പോയിട്ടുള്ള അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് എങ്കിൽ അവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കോളേജിൽ നിങ്ങൾ പോയ സമയത്ത് ആദ്യം നിങ്ങൾക്ക് അവിടെ കിട്ടിയെന്ന് കരുതുക. അതായത് അത് നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ജസ്റ്റ് എ എന്ന സ്കൂളിൽ നിങ്ങൾ പോകുന്നു, സ്കൂളല്ല, നോഡൽ പോളിടെക്നിക് ഒരു ജില്ലയിലെ പോളിടെക്നിക്കിൽ നിങ്ങൾ പോകുന്നു, മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങളുടെ അച്ഛനെ അയക്കുന്നു, അതിനുശേഷം മറ്റൊരു ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിലേക്ക് നിങ്ങളുടെ സഹോദരനെ അയക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക്, അതായത് എവിടെയാണ് ആർക്കാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കാണ് ആദ്യം ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ രക്ഷിതാവ് പോയെടുത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങളുടെ ബ്രദർ പോയ സ്ഥലത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് പോയ ആ ഒരു പോളിടെക്നിക് കോളേജിലെ അഡ്മിഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക. കാരണം രണ്ടാമതായിട്ട് കിട്ടിയ അഡ്മിഷനാണ്, അതായത് ഏറ്റവും അവസാനമായിട്ട് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതായത് 3 ജില്ലകളിൽ ഒരേ ദിവസമാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നതെങ്കിലാണ് ഈ ഒരു രീതിയിൽ വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ജില്ലയിലേക്ക്, അതായത് ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുകയാണെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾ അയച്ചിട്ടുള്ള നിങ്ങളുടെ രക്ഷിതാവിനോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോടോ ഈ ഒരു കാര്യം പറയുകയും അതിനുശേഷം പിന്നീട് ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതെ വരികയും ചെയ്യാവുന്നതാണ്. കാരണം ഒരു ജില്ലയിൽ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മാറാനായിട്ട് വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് വീണ്ടും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒന്നിലധികം ജില്ലകളിലേക്ക് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനം ലഭിച്ച ആ ഒരു ഓപ്ഷനായിരിക്കും, അതായത് ആ ഒരു കോളേജും കോഴ്സുമായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ടുള്ള കോളേജിൽ, അതായത് നോഡൽ പോളിടെക്നിക് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോളിടെക്നിക് കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം മറ്റൊരു ജില്ലയിലേക്ക് പങ്കെടുക്കാനായിട്ട് നിങ്ങൾ അയച്ചിട്ടുള്ളവരെ അറിയിക്കുകയും അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് നിലവിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൽ അഡ്മിഷൻ ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ നേടുകയും ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്പോട്ട് അഡ്മിഷന് ശേഷം, അതായത് നോഡൽ പോളിടെക്നിക് കോളേജിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത് ഈ ഒരു 18-ാം തീയതിക്ക് ശേഷമാണ്. 18-ാം തീയതി മുതൽ
ഏകദേശം 20-ാം തീയതി വരെ ആയിരിക്കും ഉണ്ടാവുക. കാരണം 22 മുതൽ 26 വരെ പോളിടെക്നിക് കോളേജിൽ വെച്ച് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലിലാണ് നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുള്ള അവസരമുണ്ടാകും. അതായത് പോളിടെക്നിക് കോളേജിലേക്കുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അതത് പോളിടെക്നിക് കോളേജുകളിലേക്ക്, അതായത് ഓപ്ഷൻ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജില്ലാ തലത്തിൽ നടക്കുന്ന നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന കൗൺസിലിങ്ങിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇതിന് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതുപോലെ തന്നെ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകൾ, ഏതൊക്കെ കോഴ്സുകൾക്ക്, ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്ക് റിസർവേഷൻ ചെയ്തതിൽ ആ ഒരു ബാലൻസ് സീറ്റ് ഉണ്ട് എന്നുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു വേക്കൻസി അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു 31/2024 മുതൽ 6/8/2024 വരെ അതത് പോളിടെക്നിക് കോളേജിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അതത് പോളിടെക്നിക് കോളേജുകൾ അവരുടെ ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കും. അതായത് ഇന്ന ദിവസം ഇത്ര സമയത്തിനുള്ളിൽ കോളേജിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അതായത് നേരത്തെ പോയിട്ട് നിങ്ങൾക്ക് അവിടെ എത്ര വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് അവരിൽ നിന്നും റാങ്ക് ബേസിൽ നിങ്ങൾക്ക് അതുപോലെ അവിടെയുള്ള വേക്കൻസി അനുസരിച്ച് അഡ്മിഷൻ തരും. അതിനുശേഷം സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ തേർഡ് സ്പോട്ട് അഡ്മിഷനാണ് നടത്തപ്പെടുക. തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 12-ാം തീയതി മുതൽ അതിനുശേഷം 16-ാം തീയതി വരെയാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് സ്കൂൾ ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതിനുശേഷം പിന്നീട് തേർഡ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് 12-ാം തീയതി മുതൽ, അതായത് ഈ ഒരു ഓഗസ്റ്റ് 12-ാം തീയതി മുതൽ ഈ ഒരു ഓഗസ്റ്റ് 16-ാം തീയതി വരെയാണ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഇതും ഇതേ രീതിയിൽ തന്നെയാണ്. അതത് പോളിടെക്നിക് കോളേജുകളിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു പോളിടെക്നിക് കോളേജുകൾ അവരുടെ ആ ഒരു ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കുകയും അപ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോവുകയും അത് നേരിട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ അഡ്മിഷൻ നേടാൻ സാധിക്കും. അതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ജില്ലാ കൗൺസിലിംഗ് എന്ന് പറയുന്നതിനാണ് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് പങ്കെടുക്കേണ്ടതായിട്ട് വരിക. അതുപോലെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനും അതുപോലെ തേർഡ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നതും വിദ്യാർത്ഥികൾക്ക് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആ ഒരു വേക്കൻസി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് നിങ്ങൾ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ